പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുഴുക്കിടം ചൂടിയവനെ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, അനുഗ്രഹത്തിന് അണിപ്രദാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നീ എവിടെയായിരിക്കുന്നു അവിടെ നിനക്ക് അനുഗ്രഹം ആവശ്യമുള്ള ഇടത്ത് വസ്തുക്കൾ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിപ്പോൾ എടുക്കാവുന്നതാണ്. ഞാൻ നിനക്ക് 1 മിനിറ്റ് സമയം തരികയാണ്. ഈ നിമിഷത്തിനുള്ളിൽ നീ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് നീ കയ്യിലെടുക്കേണ്ട വസ്തുക്കൾ ചിലപ്പോൾ പ്രമാണമാകാം, ചിലപ്പോൾ പറ്റുചീട്ടാകാം, ചിലപ്പോൾ പരീക്ഷ പേപ്പറാകാം, ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഹോൾ ടിക്കറ്റുകളാകാം. എടുക്കും മക്കളെ. അല്ലെങ്കിൽ നിനക്ക് പോകേണ്ട ഓരോ വീടിന് നമ്പരിടിക്കേണ്ട സ്ഥലങ്ങളാകാം, അല്ലെങ്കിൽ പുതിയ പാഠങ്ങൾ നേർത്തി ചെറിയ വീടുകൾ വെക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കാം നിൻ്റെത്. അല്ലെങ്കിൽ നിനക്ക് ഇന്റർവ്യൂവിൻ്റെ പേപ്പറാകാം, പേനയാകാം, അല്ലെങ്കിൽ നീ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ആകാം. എടുക്കും മക്കളെ. കർത്താവേ, അങ്ങനെ മക്കൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അവർക്ക് വേണ്ടി അവർക്ക് അടുത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കന്മാർ എടുത്ത് പോയി കയ്യിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വാങ്ങിക്കാനുമുള്ള വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനേക്ക് നടിച്ചത് കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോവുകയും നിന്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ. ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ, ആശങ്കപ്പെടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. നിന്നെ ഭീഷണിപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓരോ യോഗമാകാം, മീറ്റിംഗ് ആകാം, അവിടെ ഉണ്ടാകുന്ന ക്രിറ്റിസിസം ആകാം, നിന്നുള്ള ചോദ്യം പറച്ചിലാകാം, എന്തും ആയിക്കൊള്ളേ, അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch your fire finger, soak with the precious blood, authority of the Catholic Church, power of Jesus Christ, with the merit of some holy priesthood, I bless and hallow you. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്ന് ഒരു സാക്ഷ്യമുണ്ടേ. ഒരു മോള് പറയണത്, ഞാൻ കർത്താവിനോട് ഒന്നേ പറഞ്ഞുള്ളൂ, ഒരു പാപം ചെയ്ത് നിൻ്റെ മുമ്പിൽ തലയും കുമ്പിട്ട് നിൽക്കാൻ നീ എന്നെ അനുവദിക്കരുത്. എന്നാ വർത്തവനാണ് ആൾക്കാർക്ക് പറഞ്ഞു കൂട്ടുന്നത്. ഇക്കാലമാണ് പാപം കൊണ്ട് ജനം ആ പെരുന്നാൾ നടത്തുന്ന ഒരു കാലത്ത് ഒരു ഉടമ്പടി ക്രിസ്ത്യാനി ദൈവത്തോട് പറയുന്ന പ്രാർത്ഥനക്ക് ഭയങ്കരമായ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ പറയണത്? ഒരു പാപം ചെയ്ത് നിൻ്റെ മുമ്പിൽ തലയും കുനിച്ചിട്ട് നിൽക്കേണ്ട ഒരവസ്ഥ എനിക്ക് വരരുത്. അതാണ്. അത്രയും മനുഷ്യന്മാർ വിശുദ്ധമായിട്ട് ജീവിക്കുക. ഇപ്പം എല്ലാവരും വിചാരിക്കണേ എല്ലാവരും പറഞ്ഞു പരത്തുന്നത് മനുഷ്യൻ മുഴുവനും ഇങ്ങനെ പിഴയാണെന്ന്. അങ്ങനൊന്നുമല്ല. മനുഷ്യൻ മുഴുവനും പിഴയാണെന്ന് ഓരോ അണ്ണന്മാരും ഓരോരുത്തരെയും കുറിച്ച് നിങ്ങൾ ഇതുപോലെ ബ്രാൻഡ് ചെയ്യുമ്പോൾ ഓർക്കുക, ഈ ബ്രാൻഡ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ കൂടി സത്യസന്ധമായ ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ട് ദൈവരാജ്യം അടിച്ചു മാറ്റുന്ന ഒത്തിരിയേറെ അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ട്. വിശുദ്ധിയുടെ അടിയൊഴുക്കുകൾ. നമ്മളൊക്കെ വിചാരിച്ചിരിക്കണം ലോകം മുഴുവൻ പോക്കാണ്, അതിനെ കുരിയാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയല്ലേ. പക്ഷെ അല്ല, ഒരു സമൂഹം ഉണ്ട് ഇവിടെ. അവരെ പ്രതിയാണ് ദൈവം ലോകത്തെ തന്നെ സംരക്ഷിച്ചോണ്ട് പോണത്. 3:22 കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇപ്പം എന്തെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടായാലും ഈ വിശ്വസ്തത ഇങ്ങനെ വെള്ളത്തിന് മീതെ നിൽക്കും. അതാ ഉന്നതം എന്ന് പറയുന്നത്. വെറുതെ ഉന്നതം. ബൈബിളിൽ ഉന്നതം, കുന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കലാപകാലത്ത് കയറി നിൽക്കാനുള്ള ഇടമാണ്. അവരെപ്പോഴും അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. കർത്താവിൻ്റെ പാറയാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പാറയൊക്കെ എന്ത് കാഠിന്യമുള്ളതല്ലേ എന്ന് വിചാരിക്കും. പറവൻ്റെ ഹൃദയം പോലെയാണ് കർത്താവ്. അങ്ങനെയല്ല. പാറയെന്ന് പറയുമ്പോൾ ഞാൻ ആശ്രയിക്കുന്ന പാറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ കാലം വരുമ്പോഴും പട വരുമ്പോഴും മനുഷ്യൻ സംരക്ഷിക്കപ്പെടുന്നതും ഗുഹകൾ പോലെയുള്ള ഗുഹയും പാറയെന്ന് അവർ പറയണത്. സങ്കീർത്തനം 27:5 ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. അപ്പം അത് ക്ലേശകാലമായാലും യുദ്ധകാലമായാലും വെള്ളപ്പൊക്കകാലമായാലും കർത്താവ് ഉയർന്ന പാറമേൽ നമ്മൾ നിർത്തും. കർത്താവിന്റെ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നതാണ് വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ആവശ്യങ്ങളെക്കുറിച്ച് ഓവറായിട്ടുള്ള വറിയാൽ നിങ്ങൾ ദൈവത്തെക്കുറിച്ച് വറി ചെയ്യുക. ഉടമ്പടിയിൽ ഒത്തിരിയേറെ ചെയ്താൽ തീരാത്തത്രയും സുവിശേഷ വേലകളും നമ്മൾ എളിമപ്പെടുത്തുന്ന സുവിശേഷ വേലയും ദൈവത്തെ മുൻനിർത്തി മാത്രം ചെയ്യാൻ പറ്റണ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉടമ്പടിയിൽ, അല്ലേ? നമ്മൾ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് അച്ഛൻ വൈ ഐ ആം ഗീവിങ് മോർ ഇമ്പോർട്ടൻസ് ടു ദിസ് കൈൻഡ് ഓഫ്
മിഷണറി വർക്ക്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്താ പ്രാധാന്യം കൊടുക്കണമെന്നറിയാമോ? ഇപ്പം നിങ്ങൾ പറയും, അച്ഛാ എനിക്ക് 4 കോടി കടവാണ്, ഞാൻ ഈ 10-15 കൊണ്ട് നടന്ന് അവിടെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കടന്മാർ എൻ്റെ കടക്കാർ വന്ന് എൻ്റെ പിടയ്ക്ക് പിടിക്കത്തില്ലേ? ഞാൻ കട അന്വേഷിക്കാനുള്ള കാര്യങ്ങൾ തിരക്കിയല്ലേ പോകേണ്ടത്? എൻ്റെ മക്കളെ, ഞാനൊരു കാര്യം നിങ്ങൾ പറയട്ടെ. ഞാനൊരു 21 ലക്ഷം മനുഷ്യരെ എടുത്തിട്ടുണ്ട് കൗൺസിലിംഗ്. എപ്പോഴും ഞാൻ പറയും 21 ലക്ഷം വന്ന്. മേ ബി ഒരു കേരളത്തിൽ അങ്ങനെ ആരും ഒത്തിരി എടുത്തേക്കാം. എൻ്റെ ജോലി കൗൺസിലിംഗ് ആയിരുന്നു ആദ്യമേ. കുറച്ച് കാലം കഴിഞ്ഞ് ഇടവക വികാരിയായത് കാരണം ധ്യാനമൊന്നും പുറത്തു പോയി അധികാരം താമസം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന 87 മുതൽ വരാൻ തുടങ്ങിയില്ല ആൾക്കാർ, 87 മുതൽ. അപ്പോഴെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരുമായിട്ട് 21 ലക്ഷം മനുഷ്യരെന്ന് പറയുമ്പോൾ 2-3 കോടി പ്രശ്നം കാണത്തില്ലേ അവർക്ക്? 2-3 കോടി പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് പരിഹരിക്കണത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ജോലി ചെയ്യും. അതാണ് സംഭവം. എന്താ വെച്ചാൽ ചില സമയത്ത് മെരിട്ട് കൊണ്ട് ഒരു ചുക്ക് നടക്കത്തില്ല. ചില സമയത്ത് മെരിട്ട് കൊണ്ട് ഒരു ചുക്കും നടക്കത്തില്ല. എന്ന് വെച്ചാൽ മെരിട്ടെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ യോഗ്യത കൊണ്ട് ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമ്മളുടെ ആവശ്യം നമ്മുടെ യോഗ്യതയേക്കാൾ കൂടുതലല്ലേ? മനസ്സിലായില്ല? അത് എപ്പോഴും എൻ്റെ മക്കളത് മനസ്സിലാക്കണം അതിനെക്കുറിച്ച്. അതായത് നമ്മുടെ ആവശ്യം നമ്മുടെ യോഗ്യതയേക്കാൾ കൂടുതലാവും. അപ്പം അതുകൊണ്ട് നമ്മുടെ ആവശ്യം നമ്മുടെ യോഗ്യതകൾ കൂടുതലായത് കാരണം ചില കാര്യങ്ങൾ മെരിട്ട് കൊണ്ട് നടക്കത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഗ്രേസ് കൊണ്ടാണ് നടക്കുന്നത്. അതായത് നിങ്ങളുടെ വിഷയം സങ്കീർണമാണെങ്കിൽ അത് മെരിറ്റിൽ നടക്കാത്തൊരു കാര്യമാണ്. മനസ്സിലായ? അത് ഗ്രേസിലേ നടക്കത്തുള്ളൂ. ഇത് ഒന്ന് ഞാൻ വളരെ എളിമയോടെ പറയുകയാണ്, ഇതൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ വിഷയം സങ്കീർണമാണെന്ന് വിചാരിച്ചു. ഇപ്പം നിൻ്റെ ഹസ്ബൻഡ് ഒരു സ്ത്രീയുമായിട്ട് ജീവിക്കുക, അതിൽ കുഞ്ഞുണ്ട്, അതിൽ 2 കുഞ്ഞ് നിങ്ങൾക്കും ഉണ്ട്. അപ്പോൾ വിഷയം നിസ്സാരമല്ലല്ലോ, സങ്കീർണമല്ലേ? ഇല്ലേ? ഇത് നമുക്ക് മെറിറ്റ് കൊണ്ട് ചെയ്യണത് കോടതി പോവുകയൊക്കെ ചെയ്യാൻ പറ്റും. കോടതി പോവുകയോ വരികയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ കാശും പോവും, അവരുടെ കാശും പോവും. കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കും. ഇത് മെറിറ്റിലാണത് ചെയ്യണത്. മനസ്സിലായ? പക്ഷേ ഈ വിഷയം സങ്കീർണമാണ്. ഇത് വിഷയം സങ്കീർണമായാൽ പിന്നെ അത് മെറിറ്റിൽ നടക്കത്തില്ല, ഗ്രേസിലേ നടക്കത്തുള്ളൂ. നിങ്ങൾക്ക് വരുന്ന അബദ്ധം എന്താണെന്നറിയാവോ? നിങ്ങൾ ഈ വിഷയം ഉടമ്പടി ചെയ്തിട്ട് വീണ്ടും മെറിറ്റിൽ നടത്താൻ വേണ്ടി, അതായത് യോഗ്യത അനുസരിച്ച്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കലിബറില്ലേ, അവൻ്റെ കഴിവ്, അവൻ്റെ ബുദ്ധി, അവൻ്റെ സ്വാധീനം, നിയമപരമായ വശം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു കേസിന് പോയി. ഇപ്പോൾ വിഴിഞ്ഞ സമരത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പോയായിരുന്നല്ലോ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ വികസനത്തിന് എപ്പോഴും ഇരകളുണ്ടാവും. ഇരകൾക്ക് വേണ്ടി ആരും നിൽക്കത്തില്ല, സർക്കാരും നിൽക്കത്തില്ല, കോടതിയും നിൽക്കത്തില്ല ചില സമയത്ത്. അതുകൊണ്ടാണ് നമ്മൾ അവകാശ പോരാട്ടത്തിന് പോകേണ്ടി വരേണ്ട കാര്യം അതാണ്. അപ്പോൾ അവകാശ പോരാട്ടത്തിന് മുമ്പ് പോകണമെങ്കിൽ അവകാശം നമുക്ക് പുനഃസ്ഥാപിച്ച് കിട്ടണം. ഭരണഘടനയിൽ അവകാശം തന്നിരിക്കുന്നത് ജനറലാണ്, അത് പ്രാദേശികമാക്കണം. ദേശീയമായിട്ടാണ് നമുക്ക് അവകാശം തന്നിരിക്കുന്നത്. അത് പ്രാദേശികമായി അനുഭവിക്കുന്ന വിഷയങ്ങളിലേക്ക് കോടതിയെ കൊണ്ട് പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കോടതി പോയത്. അതായത് തുറമുഖം ഉണ്ടാക്കിയതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള ഇരകൾക്കെല്ലാം റെമഡിയുടെ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു ഭയങ്കര വർക്ക് ചെയ്തിട്ടാണ്, 2.5 കൊല്ലം ആ വർക്ക് ചെയ്തിട്ടാണ് ഇത് കോടതി പ്രസൻറ്റബിളായത്. അപ്പോൾ കോടതി പ്രസൻ്റ് ആയപ്പോൾ ഞങ്ങൾ കൗണ്ടർ അഫിഡാവിറ്റ് കൊടുത്തപ്പോഴേ, അഫിഡാവിറ്റ് ഉടനെ ഗവൺമെൻറ്റിനെതിരെയുള്ള കേസ് വന്നത്. ഗവൺമെൻറ് ഷിപ്പിംഗ് കോർപ്പറേഷൻ പോർട്ടസ്റ്റ് ആയത് കാരണം പോർട്ടസ്റ്റിനെതിരെയും കുറേ 6 പേർക്കെതിരെയാണ് കേസ് വന്നത്. അപ്പോൾ അവർ അഫിഡാവിറ്റ് കൊടുക്കും, ഞങ്ങൾ പറയുന്നത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമ്മർദ്ദിച്ചുകൊണ്ട് ഗവൺമെൻറ് അഫിഡാവിറ്റ് കൊടുക്കും. അപ്പോൾ നമ്മൾ കൗണ്ടർ അഫിഡാവിറ്റ് കൊടുക്കണം. കൗണ്ടർ അഫിഡാവിറ്റ് കൊടുത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു തീരത്ത് ജനിച്ചവരാണ്, തീരമേഖല താമസിക്കുന്നവർ, കടൽ കൊണ്ട് ജീവിക്കുന്നവരാണ് അവർ. അപ്പോൾ ഞങ്ങൾക്കവിടെ ജനിച്ച സ്ഥലത്ത് സുരക്ഷിതമായി ജീവിക്കാനുള്ള അവകാശം
ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട്. അതിന് മൗലിക അവകാശമെന്ന് പറയും. റൈറ്റ് ടു ലൈഫ്, മാന്യമായി ജീവിക്കാനുള്ള അവകാശം. അത് ഞങ്ങൾക്കിപ്പോൾ കവർന്നെടുക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് പുനഃസ്ഥാപിച്ച് തരണം. അപ്പോൾ എൻ്റെ വക്കീൽ എന്നോട് പറഞ്ഞു, വെച്ചാൽ നമ്മൾ ഭരണഘടനയുടെ മൗലിക അവകാശമൊക്കെ പറഞ്ഞാൽ ഭരണഘടനാ ബെഞ്ചിന് വിടാൻ പറയും. അത് പിന്നെ ഈ കാലത്ത് നിന്ന് നടക്കത്തില്ല. അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഭരണഘടനാ ബെഞ്ചിലുള്ള 2 പേർ ഹൈക്കോടതി കൊണ്ടുവന്നിട്ട് അവർ കേസ് വാദിക്കാൻ പറയും. അപ്പോഴവർക്കും ചിലപ്പോൾ ഗവൺമെൻറ്റായിട്ടൊക്കെ വാദിച്ചു പോകും കേസ് കെട്ടുകൾ. അപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേഷനായിട്ട് പറയും. അപ്പോൾ ഞാനെന്താ ചെയ്തിരിക്കുന്നത്, അതൊക്കെ മനസ്സിലായി, മെറിറ്റ് മാറിയെന്ന് മനസ്സിലായില്ലേ? മെറിറ്റ് മാറിയില്ലേ? നമ്മുടെ യോഗ്യത പോയി. സുപ്രീം കോടതിയിലെ ഭരണ ബെഞ്ചിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തി 2 പേരെ ഉൾപ്പെടുത്തി ചിലപ്പോൾ അവർക്ക് എക്സ്ട്രാ ചിലവ് ചിലപ്പോൾ ഒന്നൊന്ന് വരും. ഇനി അവർ വന്ന് ഈ വിഷയം പഠിച്ചിട്ട് ഇത് റൈറ്റ് ലൈഫിൽ വരുന്നതാണോ, മാന്യമായി ജീവിക്കാനുള്ള ഭരണഘടന അവകാശം നൽകുന്ന അവകാശത്തിൽ ഈ വിഷയം ഉൾപ്പെടുമോ എന്നുള്ളത് അവർ പഠിച്ചിട്ട് ചിലപ്പോൾ 3 കൊല്ലം കൊണ്ടിരിക്കും ഞാൻ വിധി പ്രസ്താവിക്കണം. അപ്പോൾ കുറേ ആൾക്കാർ മരിച്ചു തീർന്നിരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഈ കേസ് കൗണ്ടർ അഫിഡാവിറ്റ് കൊണ്ടുവന്ന് മാതാവിൻ്റെ ഈ ജെരോളെ വെച്ചിട്ട് പറഞ്ഞു, അമ്മേ ഇത് ഭരണഘടനാ ബെഞ്ചിന് വിടരുത്. അത് മെറിറ്റ് പോയില്ലേ എൻ്റെ കാര്യം, ഇത് മെറിറ്റായിട്ട് പോകരുത്. അമ്മ കോടതി വരണം, ഇപ്പോഴുള്ള ചീഫ് ജസ്റ്റിസിനെ കൊണ്ടും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് അതിൻ്റെ കൂടെ ഉള്ള ഷാജി പിച്ചാരി ജസ്റ്റിസിൻ്റെ കൂടെ വേറെ ജസ്റ്റിസ് ഉണ്ട്, ചീഫ് ജസ്റ്റിസ് മണിലാലാണ്. ഇവരെ കൊണ്ട് ഈ ഡിവിഷൻ ബെഞ്ചിനെ കൊണ്ട് തന്നെ തീരുമാനം എടുപ്പിക്കണമെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് എന്താണ്, മെറിറ്റ് പോയി, വിഷയം സങ്കീർണമാണ്, മെറിറ്റ് പോയി നമ്മളുടെ. പിന്നെ എന്ത് ചെയ്യും, വർക്ക് ചെയ്യണം എന്താണ്, ഗ്രേസേ വർക്ക് ചെയ്യത്തുള്ളൂ. ആ ഒരു ഒറ്റ സിറ്റിങ് അന്നേക്കൊന്ന് ചിന്തിക്കുക, വെർച്വലായിട്ടുള്ള വാദമാണ് നടക്കുന്നത്. വക്കീൽ എറണാകുളത്തിരിക്കുന്ന വക്കീലിൻ്റെ ഓഫീസിലിരിക്കുന്ന, കോടതിയിലിരിക്കുന്നു. അന്ന് കോവിഡാണ്, കഴിഞ്ഞ ഒക്ടോബറിലൊക്കെ കോവിഡല്ലേ, വാദമില്ലല്ലോ, ഫിസിക്കൽ വാദമില്ല, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ജഡ്ജിയുമായിട്ട് വാദം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നെറ്റ് പോണത്. അപ്പം നെറ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, അമ്മേ നെറ്റ് പോകരുത്, നെറ്റ് പോയി കഴിഞ്ഞാൽ ജഡ്ജിക്ക് എന്ന് പറഞ്ഞ സമയത്ത് ഒരു ദിവസം 28 കേസൊക്കെ ഉണ്ടാവും. അവർ വിളിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാം വിളിച്ചു വിട്ട് എല്ലാം ക്യാൻസലാക്കിക്കൊണ്ടിരിക്കുകയാണ്, തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വക്കീൽ എന്ന് പറഞ്ഞ് ഇത് തള്ളാൻ സാധ്യതയുണ്ട്, കാര്യം 13 പ്രേയേഴ്സാണ് നമ്മൾ വെച്ചിരിക്കണത്, തള്ളൂ എന്ന് പറയും. ഞാൻ തള്ളത്തില്ല, ഇത് അമ്മയല്ലേ വെച്ചിരിക്കണത്, എങ്ങനെ തള്ളാനാ? അപ്പം നിങ്ങളോട് ഞാനൊരു കാര്യം പറയുമ്പോൾ ഞാൻ കടന്നു പോകുന്ന വഴികളിലൂടെയാണ് പറയണത്, മനസ്സിലായില്ലേ? നിങ്ങളുടെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞത് തള്ളത്തില്ല. കാര്യം പൊതു താല്പര്യ ഹർജിയിൽ 2 പ്രേയേഴ്സ് വെക്കാം നമുക്ക് മാക്സിമം. ഇത് 11 പ്രേയേഴ്സാണ് വെച്ചിരിക്കുന്നത്. ഹോക്കി ദുരന്തത്തെ മരിച്ചുപോയ ആൾക്കാർ ഇന്നും സിമൻറ്റ് ഗോഡൗണിൽ താമസിക്കുന്നുണ്ട്. അവിടെ പുനരധിവാസം ഉൾപ്പെടെ എല്ലാ വിഷയവും ഇതിനകത്ത് വെച്ചിരിക്കുക. 100 കൊല്ലമായിട്ട് 6 കിലോമീറ്റർ സ്ഥലത്തിൻ്റെ വീതിയിൽ, 1/2 കിലോമീറ്റർ സ്ഥലത്തിൻ്റെ വീതിയിൽ കൊച്ചുമുതൽ പുറക്കാട് വരെ ലക്ഷക്കണക്കിന് ഏക്കർ കടലിൽ പോയിട്ടുണ്ട് കൊച്ചി തുറമുഖം കാരണം. അതിൻ്റെ 100 കൊല്ലത്തെ കോമ്പൻസേഷനാണ് കേസിൻ്റെ വിഷയം. അത് സ്ഥാപിച്ചെടുക്കണ്ടേ? ഇറ്റ് ഈസ് വെരി സീരിയസ് തിങ്. ആ കിട്ടാവുന്ന രേഖകളെല്ലാം സംഘടിപ്പിച്ച് കോടതി ഇത്രയും പറഞ്ഞു, ഓൾ ഗ്രീവിയൻസ് മസ്റ്റ് ബി സെറ്റിൽഡ് പെർമനൻ്റ്ലി. എല്ലാ പരാതികളും പൂർണ്ണമായിട്ട് ശാശ്വതമായിട്ട് പരിഹരിക്കേണ്ടതാണെന്ന് ഒരു നോട്ട് കിട്ടി. അത്രയും മതി, അത്രയും നോട്ട് കിട്ടിയാൽ മതി. ഞാനിപ്പോൾ വിഴിഞ്ഞത്തേക്ക് വിഴിഞ്ഞ സമരഭൂമിയിൽ നിൽക്കുന്ന ചെയർമാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് നോട്ട് മുഴുവനും. കാര്യം ഓൾറെഡി ഇതിനെക്കുറിച്ച് വിധി ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പോരാട്ടത്തിൻ്റെ സമയത്തേക്കും വിഷയം സങ്കീർണം, ഞാൻ എൻ്റെ സബ്ജക്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, വിഷയം സങ്കീർണമാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പിന്നെ അത് ഈ യോഗ്യത വർക്ക് ചെയ്യത്തില്ല, മനസ്സിലായില്ലേ? അത് ഗ്രേസിലെ വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഗ്രേസിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഗ്രേസ്ഫുള്ളായിട്ട് മാറണം. ദിസ് ഇസ് മൈ പോയിൻറ്റ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്, അല്ല കേസും കാര്യങ്ങളൊന്നുമല്ല പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്. ഒരു വിഷയം സങ്കീർണമാണെന്ന് വിചാരിച്ചോ, ഇപ്പം നമ്മൾ ഡോളി ചേച്ചിയുടെ ഡാർലി റോയിയുടെ വിഷയം എന്താ? അത് സങ്കീർണമായൊരു വിഷയമാണ്. എൻ്റെ പേര് ടിനു. ഞാനിവിടെ അടുത്ത് കണ്ണങ്കര സെൻറ്റ് സേവിയേഴ്സ് ഇടവാംഗമാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 25/6/2022
ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് വൈഫിന് UK പോകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. വൈഫിന് UK പോകണം എന്നുള്ള ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ആദ്യത്തെ നിയോഗം. വൈഫ് IELTS ഒക്കെ പാസ്സായി ഞങ്ങളൊരു 3-4 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അപ്പുറത്തെ മുറിയിൽ കയറിയിരുന്ന് മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ ഇത് ഞങ്ങൾക്ക് നല്ലതാണെങ്കിൽ മാത്രമേ കൊണ്ടുപോകാവുള്ളൂ, അല്ലെങ്കിൽ അത് തട്ടിക്കളഞ്ഞേക്കണം. ഈ 4 ഇൻ്റർവ്യൂവും ഫെയിലായിപ്പോയി. അത് കഴിഞ്ഞിട്ട് വൈഫിൻ്റെ വീടിനടുത്തുള്ളൊരു ചേച്ചിയുടെ ആങ്ങളെ വന്നേച്ച് പറഞ്ഞു, ചേച്ചി ആളെ കൊണ്ടുപോകുന്നുണ്ട്, ഡിസംബറിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞങ്ങളത് അപ്ലൈ ചെയ്യുകയും അപ്പം എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്കും ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വചനപ്പെട്ടി എടുത്ത് അതിൽ നിന്ന് ഒരു വചനം എടുത്ത് നമുക്ക് ഡേറ്റ് ഇടാം എന്ന് വിചാരിച്ച് വചനപ്പെട്ടി എടുത്ത് അതിനകത്ത് നിന്ന് ആദ്യത്തെ വചനം എനിക്ക് കിട്ടിയത് ഏശയ്യ 30:4. ഞാൻ ഉടനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഡിസംബറിലേക്കാണ് ഡേറ്റ് വേണ്ടത്, ഇത് 4-ാം മാസമാണല്ലോ തന്നിരിക്കുന്നത്. വീണ്ടും അടുത്തത് കഴിഞ്ഞപ്പോൾ ആദ്യത്തത് എനിക്ക് കിട്ടിയത് സങ്കീർത്തനം 30:4. രണ്ടാമത് എടുത്തു കഴിഞ്ഞപ്പോൾ കിട്ടിയത് ഏശയ്യ 26:4. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് 4-ാം മാസം. അപ്പോൾ ഒന്നുകൂടെ കൺഫേം ചെയ്യാനായിട്ട് അടുത്ത ഒരെണ്ണം കൂടി എടുത്തപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ പ്രഭാഷകൻ 26:4. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞ് ഡിസംബറിലേക്ക് പോക്ക് നടക്കത്തില്ല, മാതാവ് പറയുന്നത് 4-ാം മാസമാണ്. അങ്ങനെ ഈ വർഷം ഏപ്രിൽ 20-ാം തീയതി വൈഫ് ഇവിടുന്ന് പോവുകയും 24-ാം തീയതി അവിടെ ചെന്ന്, അപ്പോൾ 24-ാം തീയതി അവർക്ക് 2 ദിവസത്തെ ക്ലാസ്, 26-ാം തീയതി ഞാൻ ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ആ ദിവസം 26-ാം തീയതി വൈഫ് ജോലിക്ക് കയറുകയും ചെയ്തു. പിന്നെ 2018 ഞങ്ങൾ ഡൽഹിയിലൊരു വീട് വാങ്ങിയായിരുന്നു. വീടിന് വേണ്ടിയിട്ട് വൈഫ് അന്ന് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു ഡൽഹിയിലൊരു വീട് വാങ്ങുന്നതിന് വേണ്ടിയിട്ട്. ആ സമയത്ത് ലോണൊക്കെ ഏകദേശമൊക്കെ റെഡിയായി വരുന്ന സമയത്താണ് അവർ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് കാശില്ല. ഓൾറെഡി നമ്മൾ ഒരു 10 ലക്ഷം രൂപയോളം അവർക്ക് വീടിന് വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുത്തു. ആ കാശ് കയ്യിൽ നിന്ന് പോകും, അവർ തിരിച്ചു തരത്തുമില്ല. ഒരാളത്തിന് ഹിന്ദിക്കാരായതുകൊണ്ട് അവർ ആ പൈസ തിരിച്ചു തരത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടത്. ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ബാങ്കുകാർ തന്നെ വേറൊരു ബാങ്കിന് കൊടുത്തിട്ട് അവർ വഴി ഞങ്ങൾക്ക് ലോൺ പാസ്സാകുകയും 2018 ഡിസംബർ 24-ാം തീയതി ഞങ്ങൾക്ക് വീടിൻ്റെ രജിസ്ട്രേഷൻ നടക്കുകയും ചെയ്തു. അടുത്ത ഈ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് വിട്ടു പോരുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വീട് വിൽക്കണം. ഈ വീട് വിൽക്കാനായിട്ട് ഞാൻ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഒരു നിയോഗം വെച്ചു. ഉടമ്പടി നിയോഗം വെച്ച സമയത്തെല്ലാം ആൾക്കാർ വന്ന് വീട് നോക്കുന്നുണ്ട്. എല്ലാവരും നമ്മൾ വാങ്ങിച്ചതിലും 2 ലക്ഷം രൂപ താത്തിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഇത് നമ്മുടെ ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് നമ്മുടെ പെരയ്ക്ക് ചുറ്റുവിട്ടിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ നമുക്ക് മേടിച്ച വില കിട്ടിയാൽ മതി, അല്ലാതെ കൂടുതലൊന്നും വേണ്ട. ഇത് പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു പാർട്ടി അവിടെ വരികയും നമ്മുടെ മേടിച്ച വിലയ്ക്ക് തന്നെ വീട് കച്ചവടമാക്കുകയും ചെയ്തു. അങ്ങനെ അതുകൂടാതെ ഞാൻ ഡൽഹി ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചെയ്ത കമ്പനിയിൽ നിന്ന് PF എൻ്റെ ബ്ലോക്കായി കിടക്കുകയായിരുന്നു. ഏകദേശം ഒരു 2 കൊല്ലത്തോളമായി ഞാൻ ഈ PFൻ്റെ പുറകെ നടക്കുന്നു. ഈ PF എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ കൂട്ടത്തിലുള്ള ആർക്കും വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല. ഇവർ കമ്പനിയായിട്ടുള്ള ഇഷ്യൂവിൻ്റെ പുറത്ത് ഇവർ ഇതെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവർ പറയണത്
ഓഫീസിൽ നിന്ന് ഞങ്ങളോട് മാപ്പ് പറഞ്ഞെങ്കിൽ മാത്രമേ ഞങ്ങളിത് ചെയ്യുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഈ ഉടമ്പടിയിലൊന്നും വെച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ ഉടമ്പടി ധ്യാനത്തിൻ്റെ സമയത്ത് ഇതിനകത്ത് പ്രയർ റിക്വസ്റ്റ് ഇട്ടായിരുന്നു, എൻ്റെ ഈ PF-ൻ്റെ ഈ വിഡ്രോവൽ തടസ്സമൊന്നും മാറ്റിത്തരണമേ. നമ്മൾ എത്ര പ്രാവശ്യം ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്താലും 2 ദിവസം കഴിയുമ്പം അത് ക്യാൻസലായി പോകും. അങ്ങനെ ഇരിക്കെ ഈ പ്രയർ റിക്വസ്റ്റ് ഇട്ട് 2 ദിവസം കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. വീണ്ടും നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്തു. ആഡ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇത് ഡിലേറ്റ് ആകുന്നില്ല. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നോക്കുമ്പം എൻ്റെ ഇതെല്ലാം അപ്രൂവലായി എന്ന് കിടക്കുന്നുണ്ട്.